ഹായ് ഫ്രണ്ട്സ്, കൊമേഴ്സ് ഗൈഡ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നും വിശദമായി നോക്കാം. ആദ്യമായി നമുക്ക് ബിസിനസ് ഫിനാൻസ് എന്താണെന്ന് നോക്കാം. മണി റിക്വയർഡ് ഫോർ ക്യാരിങ് ഔട്ട് ബിസിനസ് ആക്ടിവിറ്റീസ് ഈസ് കോൾഡ് ബിസിനസ് ഫിനാൻസ്. ഒരു ബിസിനസ് നടത്തുന്നതിന് അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പണത്തെയാണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഫൈനാൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വാക്കുകൾ കൂടി ചേർന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ് ആണ് ഫിനാൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ് ആണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിലെ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ്, സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുക, ഓർഗനൈസിങ് സംഘടിപ്പിക്കുക, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് അത് കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരുന്ന കാര്യങ്ങളാണ് മാനേജ്മെൻറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഫണ്ട്സ്. ഒരു സ്ഥാപനത്തിലേക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള ക്യാഷുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. ആൻഡ് ഡിസിഷൻസ് റിലേറ്റിംഗ് ടു പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്. സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള പണം എവിടെ നിന്നൊക്കെയാണ് ലഭ്യമാക്കേണ്ടത് എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഇൻ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം അസറ്റ്സ്. അവരുടെ കയ്യിലുള്ള ക്യാഷ് ഏതൊക്കെ രീതിയിലാണ്, അതായത് ഏതൊക്കെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം അസറ്റിലാണ് കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുക. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏർണിങ്സ് ടു ഓണേഴ്സ്. അവർക്ക് ലഭ്യമായിട്ടുള്ള ലാഭം, പ്രോഫിറ്റിൻ്റെ വീതം കൃത്യമായിട്ട് അവരുടെ ഓണേഴ്സിന് എത്തിച്ചു കൊടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കുക. ഇവയൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരുന്ന കാര്യങ്ങൾ. നമുക്ക് ഡെഫിനിഷൻസ് നോക്കാം. ഹോവാർഡ് ആൻഡ് അപ്റ്റൺ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനാണ്: ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫംഗ്ഷൻ ടു ദ ഫൈനാൻസ് ഫംഗ്ഷൻ. ഒരു സ്ഥാപനത്തിലെ ഫൈനാൻസ് പ്രവർത്തനങ്ങളിലേക്ക് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫംഗ്ഷൻസ് പ്രയോഗിക്കുന്നതിനെയാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നിവിടെ പറയുന്നത്. അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കൃത്യമായിട്ട് പ്ലാനിങ്ങും കൺട്രോളിങ്ങും അപ്ലൈ ചെയ്യുക എന്നാണ് പറഞ്ഞത്. വെസ്റ്റിംഗ് ആൻഡ് പ്രോഗ്രാം പറഞ്ഞിട്ടുള്ള മറ്റൊരു ഡെഫിനിഷനാണ്: ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ആൻ ഏരിയ ഓഫ് ഫൈനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ സാമ്പത്തികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ഹാർമോണൈസിങ് ഇൻഡിവിജ്വൽസ് മോട്ടീവ്സ് ആൻഡ് എൻ്റർപ്രൈസ് ഗോൾസ്. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ വ്യക്തികളുടെ ലക്ഷ്യങ്ങളും ഒരേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന മേഖലയാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ് എസ്.സി. കുച്ചൽ പറഞ്ഞിട്ടുള്ള: ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡീൽ വിത്ത് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സ് ആൻഡ് ദെയർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഇൻ ദ ബിസിനസ്. ഒരു ബിസിനസ്സിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കളക്ട് ചെയ്യുക, ശേഖരിക്കുകയും അത് എഫക്റ്റീവ്, കാര്യക്ഷമമായി ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫസ്റ്റ് വൺ ആണ് ദ സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. ഒരു സ്ഥാപനത്തിന് എത്രത്തോളം ഫിക്സഡ് അസറ്റ് വേണം, അത് ഏതൊക്കെ രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദീർഘകാലം ഉപയോഗിക്കുന്നതിന് വേണ്ടി വാങ്ങുന്ന അസറ്റാണ് ഫിക്സഡ് അസറ്റ്. അത് ലാൻഡ് ആവാം, ബിൽഡിംഗ് ആവാം, മെഷീനറി ആവാം. അപ്പോൾ ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൂടെ കഴിയും. എക്സസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ് വുഡ് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ബ്ലോക്ക്. കൂടുതൽ എമൗണ്ട് കൊടുത്ത് ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാപനത്തിലെ ഫിക്സഡ് ക്യാപിറ്റൽ ബ്ലോക്ക്, അതായത് ഫിക്സഡ് അസറ്റ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് വൺ ആണ് ദ ക്വാണ്ടം ഓഫ് കറന്റ് അസറ്റ്സ് ആൻഡ് ഇറ്റ്സ് ബ്രേക്കപ്പ് ഇൻ ടു ക്യാഷ്, ഇൻവെന്ററീസ് ആൻഡ് റിസീവബിൾസ്. ഫിക്സഡ് അസറ്റ് പറഞ്ഞപ്പോൾ തന്നെ കറന്റ് അസറ്റ് എത്ര വേണം, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും തീരുമാനിക്കാൻ നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൂടെ കഴിയും. ആൻഡ് ഇൻക്രീസ് ഇൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്, ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ആൾസോ ഇൻക്രീസസ്. ഒരു സ്ഥാപനത്തിൽ അവർ കൂടുതലായി ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ അളവിൽ തന്നെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യം അവിടെ വരും. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനം പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മൂലധനത്തിന് ആവശ്യം അവിടെ വരും. അപ്പോൾ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടി എത്രത്തോളം അവിടെ കറന്റ് അസറ്റ്സ് വേണം, അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൂടെ തീരുമാനിക്കാൻ കഴിയും. അപ്പോൾ ദിവസേനയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എത്രത്തോളം ക്യാഷ് വേണം,
ഇൻവെൻട്രീസ്, എത്ര സ്റ്റോക്ക് അവിടെ ഉണ്ടായിരിക്കണം, എത്ര റിസീവബിൾസ്, നമുക്ക് ക്യാഷ് എത്രത്തോളം കിട്ടാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവയിൽ ഉൾപ്പെടും. നെക്സ്റ്റ് വൺ ആണ് ദ എമൗണ്ട് ഓഫ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫണ്ട്സ് ടു ബി യൂസ്ഡ്. ഒരു സ്ഥാപനത്തിൽ എത്രത്തോളം ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫണ്ട്സ് ഉപയോഗിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. അങ്ങനെ ഈ തീരുമാനം എടുക്കുന്നത് ആ സ്ഥാപനത്തിന്റെ ലിക്വിഡിറ്റിയുടെയും പ്രോഫിറ്റബിലിറ്റി, ലാഭക്ഷമതയുടെയും അടിസ്ഥാനത്തിലായിരിക്കണം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന്റെ ഷോർട്ട് ടേം ആയിട്ടുള്ള സാമ്പത്തിക ബാധ്യതകൾ മീറ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ലോങ് ടേം ഫണ്ട് ഉപയോഗിക്കുമ്പോഴാണ് അവിടെ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവുക. ഒരേ സമയം ഒരു സ്ഥാപനത്തിൽ കൂടുതൽ ലിക്വിഡിറ്റിയും കൂടുതൽ പ്രോഫിറ്റബിലിറ്റിയും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ മാനേജേഴ്സ് ആ സ്ഥാപനത്തിന്റെ ലിക്വിഡിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും കൺസിഡർ ചെയ്തിട്ടായിരിക്കണം ഏത് ഫണ്ടാണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. നെക്സ്റ്റ് വൺ ആണ് ബ്രേക്കപ്പ് ഓഫ് ലോങ് ടേം ഫൈനാൻസിങ് ഇൻടു ഡെപ്റ്റ്, ഇക്വിറ്റി എക്സെട്ര. ലോങ് ടേം ഫൈനാൻസിങ് ആയിട്ടുള്ള ഡെപ്റ്റ്, ഇക്വിറ്റി ഒക്കെ കൃത്യമായ രീതിയിൽ വിഭജിക്കുക. ഇവിടെ പറയുന്നത് ലോങ് ടേം ഫൈനാൻസിങ് ആയിട്ടുള്ള നമുക്കറിയാം പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഇവയൊക്കെ കൃത്യമായിട്ടുള്ള അനുപാതത്തിലായിരിക്കണം. ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥർക്ക് അവകാശപ്പെട്ടതും, ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടമെടുക്കുന്നതും. അപ്പോൾ ഈ കടമെടുക്കുന്നതും ഉടമസ്ഥർക്കുള്ളതും കൃത്യമായ അനുപാതത്തിലായിരിക്കണം വിഭജിക്കേണ്ടത്. നെക്സ്റ്റ് വൺ ആണ് ഓൾ ഐറ്റംസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, എക്സാമ്പിൾ ഇൻട്രസ്റ്റ്, എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ എക്സെട്ര. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എല്ലാ ഐറ്റംസും, ഇൻട്രസ്റ്റ്, എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ പോലെയുള്ള എല്ലാ ഐറ്റംസും ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു സ്ഥാപനം കൂടുതലായിട്ട് ഡെപ്റ്റ്, കടമെടുത്ത എമൗണ്ട് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അതേസമയം അവർ ഇക്വിറ്റി, കൂടുതൽ ഉടമസ്ഥതയുള്ള ഓണേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഉടമസ്ഥർക്ക് കൂടുതലായിട്ട് ഡിവിഡൻഡ് കൊടുക്കേണ്ടതായിട്ടും വരും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെപ്റ്റിന്റെയും ഇക്വിറ്റിന്റെയും കൃത്യമായ പ്രൊപ്പോർഷൻ അവിടെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഒരു സ്ഥാപനത്തിലെ എല്ലാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എല്ലാ ഐറ്റംസും അതുപോലെ തന്നെ മറ്റുള്ള തീരുമാനങ്ങളും പണമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവുക. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫസ്റ്റ് വൺ ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ്, അതായത് സ്ഥാപനത്തിന്റെ ഉടമകൾക്ക് കൃത്യമായിട്ട് വരുമാനം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തലാണ്. ഇപ്പോൾ ഏതൊരു ബിസിനസ്സിന്റെയും പ്രധാന ലക്ഷ്യം എന്നുള്ളത് അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ഉപയോഗിക്കുന്നത്. ടു മീറ്റ് ഇറ്റ്സ് എക്സ്പെൻസസ്, അവരുടെ ദിവസേനയുള്ള ചെലവുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പേ ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ്, സ്ഥാപനത്തിന്റെ ഉടമസ്ഥർക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഫോർ എക്സ്പാൻഷൻ ആൻഡ് മോഡേണൈസേഷൻ ഓഫ് എന്റർപ്രൈസസ്, സ്ഥാപനം വിപുലീകരിക്കുന്നതിനും അതുപോലെ തന്നെ കൂടുതൽ മേഖലകളിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ട് പ്രോഫിറ്റ്, ലാഭം അവിടെ ആവശ്യമാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവാണ് വെൽത്ത് മാക്സിമൈസേഷൻ, സമ്പത്ത് വർദ്ധിപ്പിക്കുക. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രൊക്യൂർമെന്റ് ആൻഡ് യൂസ് ഓഫ് ഫണ്ട്സ്, അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തതിന് ശേഷം കൃത്യമായ രീതിയിൽ ഫണ്ട് ഉപയോഗിക്കുന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അവിടെ സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊണ്ടുവരുന്നത് ഷെയർ ഹോൾഡേഴ്സ്, ആ സ്ഥാപനത്തിലെ ഉടമസ്ഥരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ കൊണ്ടുവന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടിന്റെ മുകളിൽ മാക്സിമം റിട്ടേൺ, പരമാവധി അവർക്ക് റിട്ടേൺ, വരുമാനം കൊടുക്കുക എന്നുള്ളത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അപ്പോൾ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമൈസിങ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ദ കമ്പനി, ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ കൂട്ടുക എന്നതാണ് വെൽത്ത് മാക്സിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ഷെയർ ഹോൾഡറും നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അവർക്ക് കൃത്യമായിട്ട് റിട്ടേൺ കിട്ടുമെന്നുള്ള ഉദ്ദേശത്തോടെയായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂ കൂടിയാൽ മാത്രമേ അവർക്ക് കൃത്യമായ വരുമാനം കിട്ടുമെന്ന് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. വെൽത്ത് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. ഓരോരുത്തരും എത്രയാണോ ഷെയർസ് ഹെൽഡ് ചെയ്തിട്ടുള്ളത്, അവരുടെ കയ്യിലുള്ളത്, അതിനെ മാർക്കറ്റ് പ്രൈസ് കൊണ്ട് ഗുണിച്ചാൽ അവർക്ക് അവരുടെ വെൽത്ത് കിട്ടും. ഇനി പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമൈസ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം, സ്ഥാപനത്തിന്റെ ലാഭം കൂട്ടുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ വെൽത്ത് മാക്സിമൈസേഷനിൽ മാക്സിമൈസ് വെൽത്ത് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് അഥവാ ഓണേഴ്സിന്റെ വെൽത്ത്, സമ്പാദ്യം കൂട്ടുക എന്നാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഫോർ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ബിസിനസ്. ഒരു പ്രോഫിറ്റ് എന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഫോർ എക്സ്പാൻഷന്, ആ സ്ഥാപനത്തിന്റെ വളർച്ചക്കും വിപുലീകരണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ ഉദ്ദേശിക്കുന്നത്.
എന്നാൽ വെൽത്ത് മാക്സിമൈസേഷൻ ടു ഇൻക്രീസ് വാല്യൂ ഓഫ് ഷെയർസ്. വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഇക്വിറ്റി ഷെയറിന്റെയും വാല്യൂ കൂട്ടുക എന്നതാണ് ഇവിടെ വെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒരു ട്രഡീഷണൽ അപ്രോച്ചാണ്, പഴയ കാലം മുതൽ ഫോളോ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. എന്നാൽ വെൽത്ത് മാക്സിമൈസേഷൻ ഒരു മോഡേൺ അപ്രോച്ചാണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് ആണ്. ചെറിയ കാലം കൊണ്ട് തന്നെ ലാഭം ഉണ്ടാക്കി അത് ഉപയോഗിക്കുക എന്നാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ വരുന്നത്. എന്നാൽ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഒബ്ജക്റ്റീവ് ആണ്. ആ സ്ഥാപനത്തിന്റെ ഉടമസ്ഥർക്ക് മാക്സിമം റിട്ടേൺ കൊടുക്കുക എന്നത് ലോങ് ടേം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.